ഇവർ വീരഭദ്ര ഹിൽസിലെ പുതിയ ഭാഗത്ത് അച്യുതൻ ഡോക്ടറെ കാണാനായിട്ട് എത്തിയിരിക്കുകയാണ്. നാട്ടിലേക്ക് പോവാണല്ലോ, അതുകൊണ്ട് മെഡിസിൻ ഒക്കെ കൂടുതൽ വാങ്ങിച്ച് അവിടുത്തെ ഡോക്ടറെ കാണിച്ചോളാം എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. എന്നാൽ ഈ സമയം ഡോക്ടർ സംസാരിക്കുമ്പോൾ പറയും, അച്യുതന് അൾസർ അല്ല, ക്യാൻസർ ആണ്, ബ്രെയിൻ ട്യൂമർ. ഇത് കേൾക്കുന്ന അച്യുതനങ്ങ് ഞെട്ടി ഷോക്കായി പോകട്ടോ. പിന്നെ ഡോക്ടർ പറയുന്ന ഒന്നും കേൾക്കുന്നില്ല. ഏതൊരു യാന്ത്രിക അവസ്ഥയിലാണ് വീട്ടിലെത്തുന്നത്. അങ്ങനെ വീട്ടിലെത്തി കഴിഞ്ഞാൽ എല്ലാം അംബികയോട് പറയാട്ടോ. ഇത് കേൾക്കുന്ന അംബിക ഞെട്ടിപ്പോകും. അച്ചേട്ടാന്ന് വിളിച്ച് കെട്ടിപ്പിടിച്ച് കരയാണ്. അപ്പം നമ്മുടെ മോള് ട്രീറ്റ്മെൻറ്റ് വേണം, നാട്ടിലേക്ക് പോകണ്ടെന്നൊക്കെ പറഞ്ഞത് അതുകൊണ്ടാ. ഇനി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു കാര്യമുള്ളൂ, നമ്മുടെ മോളെ അവളുടെ അച്ഛനെ ഏൽപ്പിക്കാം. ഇത് അംബികയ്ക്ക് ഉൾക്കൊള്ളാനാവുന്നില്ല. എങ്കിലും അച്യുതൻ പറഞ്ഞു കഴിഞ്ഞാൽ അതിനപ്പുറത്തേക്ക് ഒന്നുമില്ലല്ലോ. പിന്നീട് കാണിക്കുന്നത് ഭൂമി അവിടെയുള്ള ചേച്ചിയോട്, അതായത് ലക്ഷ്മി ചേച്ചിയോട് സംസാരിക്കാട്ടോ. നമ്മൾ ആഗ്രഹിക്കുന്ന പോലെയല്ലല്ലോ നമ്മുടെ ജീവിതം സഞ്ചരിക്കുന്നത്. അങ്ങനെ വിഷമത്തിലൊക്കെ പറഞ്ഞ് വീട്ടിലേക്ക് തിരികെ എത്താണ്. അങ്ങനെ അവിടെ എത്തുമ്പോൾ ഭൂമിയുടെ അച്ഛൻ പറയും, മോളുടെ സന്തോഷം ഇവിടെ നിൽക്കുന്നതാണെങ്കിൽ നമ്മൾ എങ്ങോട്ടും പോകുന്നില്ല, നമുക്ക് ഇവിടെ നിൽക്കാം. ഇത് കേൾക്കുമ്പോൾ ഭൂമിക്ക് വലിയ സന്തോഷമാവും. ഭൂമി ഓടിച്ചെന്ന് അച്ഛനെ കെട്ടിപ്പിടിക്കണേ. അങ്ങനെ ഭൂമി അറിയും, നമുക്ക് ഫാദേഴ്സ് ഡേ നടത്തണം അച്ഛാന്ന്. അത് കേൾക്കുമ്പോൾ അച്ഛൻ പറയും, അതിനെന്താ, നമുക്ക് എല്ലാവരെയും വിളിക്കണം. ആ വേണം. സത്യദാസ് സാറ് വരുമോ എന്ന് അച്യുതൻ ചോദിക്കുമ്പോൾ, ആര് വന്നിട്ടില്ലെങ്കിലും സത്യൻ സാറ് വരും, എനിക്ക് ഉറപ്പാ. എന്നെ വലിയ ഇഷ്ടമാണേ, മോളെ പോലെ. അത് കേൾക്കുമ്പോൾ അച്യുതൻ്റെ ഉള്ളിലെ ഒരു വിഷമം ഉണ്ടെങ്കിലും ഒരു സന്തോഷത്തിൽ നിൽക്കുകയാണേ. അങ്ങനെ ഭൂമി അറിയും, എനിക്ക് ഉറപ്പാ എൻ്റെ അച്ഛൻ്റെ സർജറി നടക്കും. ഇത് കേൾക്കുമ്പോൾ പെട്ടെന്ന് അവർ ഞെട്ടിപ്പോകും. ഭൂമി അറിയാണ്ട് പറഞ്ഞു പോകുന്നതാട്ടോ. ഭൂമി ആ ഒരു ഷോക്കിൽ പെട്ടെന്ന് നിൽക്കും, കാരണം വായന്ന് വീണോയല്ലോ എന്നുള്ളൊരിതിൽ. അങ്ങനെ ഇപ്പോൾ അച്യുതനെ ഭൂമിയുടെ അച്ഛൻ്റെ കയ്യിൽ, അതായത് സത്യദാസിന് തിരികെ നൽകാനുള്ള ഒരു തീരുമാനത്തിൽ എത്തിയിരിക്കുകയാണ്. ഇതേ സമയം അങ്ങോട്ട് കമാൽ ഇവരെ കൊല്ലാനായിട്ട് വരുന്ന ഒരു ഭാഗവും കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് പ്രമോലുള്ളത്. റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്